റോസമ്മ, ഇന്ന് ആരോഗ്യമന്ത്രിയുമായിട്ടുള്ള ചർച്ചയിൽ റോസമ്മ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ചർച്ച അല്പം നീണ്ട ചർച്ചയായിരുന്നു. എന്താണ് മന്ത്രി പറഞ്ഞത്? നിങ്ങളുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച മുന്നോട്ട് പോയിരുന്നു, അതോ സമരത്തിൽ നിന്ന് പിന്മാറണം എന്ന കാര്യമാണോ മന്ത്രി ശക്തമായി പറഞ്ഞത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയോടുകൂടി ആരോഗ്യമന്ത്രി വിളിച്ച ചർച്ചയിൽ പങ്കെടുത്തത്. നിരാശയായിരുന്നു ഫലം. കുറച്ചേറെ പരിദേവനങ്ങൾ പറയാൻ വേണ്ടിയാണ് മന്ത്രി വിളിച്ചത്. കേന്ദ്രം കൊടുക്കുന്നില്ല, കേരളത്തിൽ ഫണ്ടില്ല, ഈ വക കാര്യങ്ങൾ പറയാനാണ് ഞങ്ങൾ വിളിച്ചതെന്ന് പിന്നീടാണ് മനസ്സിലായത്. ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടി 38ാമത്തെ ദിവസമെങ്കിലും വീണ്ടും ഒരു ചർച്ചയ്ക്ക് മന്ത്രി വിളിച്ചപ്പോഴുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതായിരുന്നു. ഞങ്ങളെല്ലാവർക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ടാണ് പോയത്. അവിടെ ചെന്ന് കുറച്ച് സമയം സംസാരിച്ചു. അവിടെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, മന്ത്രിയുടെ ഒപ്പം മന്ത്രിയുടെ സെക്രട്ടറി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ പറഞ്ഞതൊന്നും ആശമാരെ ഏശുന്ന വിഷയങ്ങളൊന്നുമല്ല. കേരളത്തിൽ ഫണ്ടില്ല എന്ന് പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. നിങ്ങൾ ചോദിക്കുന്ന 3 ഇരട്ടി കാശ്, അതായത് 21,000 രൂപ ഞങ്ങൾക്ക് ഓണറേറിയം തരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. ഈ കേരളത്തിലെ അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നത് 700 രൂപ ഡെയിലി വേജസാണ് ഇപ്പോഴുള്ളത്. ആ 700 രൂപ ഞങ്ങൾ ആവശ്യപ്പെട്ടത് നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു. ആ ഡിമാൻഡ് ഞങ്ങൾ വെക്കാൻ കാരണമെന്ന് പറയുന്നത്, ഇന്ന് തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെ മിനിമം വേതനമാണ് ഈ 700. അതിവിടെ രാജ്യത്ത് നിയമമുള്ളതാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നതിൽ യാതൊരു തരത്തിലുള്ള അന്യായവുമില്ല, അത് നീതിയും യുക്തവുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ ഡിമാൻഡ് ഫസ്റ്റിൽ വെച്ചത്. രണ്ടാമത് ഞങ്ങൾ വെച്ചത് വിരമിക്കൽ ആനുകൂല്യവും. വിരമിക്കൽ പ്രായം നിശ്ചയിക്കുമ്പോൾ വിരമിക്കൽ ആനുകൂല്യം നിശ്ചയിക്കണം, പിന്നെ പെൻഷൻ. ഈ 3 കാര്യങ്ങളിലും ഈ 38 ദിവസം കൊണ്ട് ഞങ്ങൾ അമ്മമാർ ഈ പെരുവഴിയിൽ ചെയ്യുന്ന സമരം കണ്ട് മനസ്സ് സങ്കടപ്പെട്ട് ഞങ്ങളോട് ഒരു അനുരഞ്ജനത്തിന് ശ്രമിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടുന്ന നടപടി, ഞങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിച്ച് ഉറപ്പാക്കുമെന്നുള്ളൊരു നല്ല വിശ്വാസത്തിലായിരുന്നു ഞങ്ങൾ പോയത്. പക്ഷേ നിരാശയായിരുന്നു ഫലം. അത് തരാൻ കഴിയില്ല എന്നോ അല്ലെങ്കിൽ തരുമെന്നോ ഒരു വാക്ക് പറഞ്ഞില്ല. ഒറ്റയ്ക്കൊരു കാര്യം മാത്രം മന്ത്രി പറഞ്ഞു, സമരം ദയവായി ഒന്ന് മാറ്റിത്തരണം, സമയം ദയവായി ഒന്ന് ഒഴിവാക്കണം. ഇതാ മന്ത്രി പറഞ്ഞത്. ശ്രീ VPP മുസ്തഫ, ഇവർ നിരാഹാര സമരം നടത്താനിരിക്കുകയായിരുന്നു. നിരാഹാര സമരത്തിന്റെ തലേ ദിവസം വിളിച്ചു വരുത്തി പരിഹസിക്കുകയാണ്, പ്രഹസന ചർച്ചയാണ് നടന്നത് എന്നാണ് ആശാവർക്കർമാർ ചർച്ചയ്ക്ക് തൊട്ടു പിന്നാലെ പ്രതികരിച്ചത്. ഇങ്ങനെയൊരു പ്രഹസനം വേണ്ടിയിരുന്നു. ചർച്ച നടത്തിയോ എന്ന് ചോദിച്ചാൽ ചർച്ച നടത്തി. എന്നിട്ട് ആ ചർച്ച നടത്തിയിട്ട് പറഞ്ഞത് എന്താണ്? സമരം നിർത്തിപ്പോകൂ എന്ന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.